കുഴപ്പമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. ഞാൻ സീറോ ബാലൻസ് തുടങ്ങിയതാണ്. സീറോ ബാലൻസ് അവിടെ തുടങ്ങിയതാണ്. അതായത് ഒന്നുമില്ല, എത്തിക്കാന്ന് പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചെറിയ ആദ്യം പഠിച്ചതും പഠിച്ചത് അവിടുന്ന് പറിച്ചുകാട്ട് പിന്നെ വാപ്പ വെച്ചു. സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു, ഒന്നും സാമ്പത്തികമായിട്ടും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ പിന്നെ വാപ്പ വെച്ചു അവിടെ എത്തിയാൽ കൊണ്ടാക്കി. ഇത് പാണക്കാട്ടെ നിഷാൻ ഹോട്ടലിൻ്റെ ഉടമ നൗഷാദ് ഭായി ആണ്. നൗഷാദ് ഭായിയുടെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നതിലുപരി ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ്, അതേപോലെ തന്നെ പൊറോട്ട, നല്ല കോമ്പിനേഷൻ. പക്ഷെ അത്തരം കാര്യങ്ങൾ പറയുന്നതിലുപരി നൗഷാദ് ഭായിയുടെ ഈ ഒരു നല്ല രീതിയിലുള്ള വളർച്ചയിൽ വലിയ സന്തോഷമുണ്ട്. അത് നിങ്ങളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം നൗഷാദ് ചെറുപ്പത്തിലെ എന്താ പറയുക, ഉപ്പയുടെ മരണം, പിന്നെ വലിയ ആഘാതം സംഭവിച്ചു കുടുംബത്തിന്. സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. നൗഷാദും അനിയനും തൻ്റെ ഉമ്മ ഇവരെ ചെറൂർ യത്തീംഖാനയിലാണ് ചേർക്കുന്നത്. അവിടെ നിന്നും പഠിച്ച് പിന്നെ SSLC ഒക്കെ വിജയിച്ചതിന് ശേഷം നൗഷാദിന് അന്ന് തന്നെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി അത് വളർന്ന് തൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറ്റി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പേരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം അന്ന് തന്നെ ഉണ്ട്. കാരണം നൗഷാദ് നേരിട്ട സാമ്പത്തിക പ്രയാസം അത്രമേലുണ്ടായിരുന്നു. അങ്ങനെ നൗഷാദ് ഇങ്ങനെ ഓരോ സാഹചര്യത്തിലും പിന്നെ ആദ്യം യത്തീംഖാനയിൽ തന്നെ പഠിച്ച സ്ഥാപനത്തിൽ യത്തീംഖാനയിൽ തന്നെ SSLCക്ക് ശേഷം തുടർ പഠനം നൗഷാദിന് താല്പര്യമില്ല. അങ്ങനെയാണ് യത്തീംഖാനയിലെ ക്യാൻറ്റീനിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ജോലി ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് നൗഷാദിൻ്റെ ഘട്ടം ഘട്ടമായ വളർച്ചകളാണ്. പിന്നെ ഈ ഹോട്ടലിൽ വരുമ്പോൾ പാണക്കാട് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബീഫ് പൊറോട്ട, അതേപോലെ തന്നെ ഇവിടുത്തെ അൽഫാം സംതിങ് സ്പെഷ്യലാണ്, ഷവായൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വരുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കുക. കുറച്ച് വിശേഷങ്ങൾ ഹോട്ടലിൽ തന്നെ തൻ്റെ അനിയൻ, പെങ്ങളെ മക്കൾ, അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് നൗഷാദ് ഒരു സംരക്ഷകനാണ്. പിന്നെ വിവിധ ഹോട്ടലുകളിൽ നൗഷാദ് വർക്ക് ചെയ്ത് ഇപ്പോൾ ഈ ഒരു സംരംഭത്തിലെത്തി. സ്വന്തമായിട്ടൊരു കാറ്ററിംഗ് വരെയുണ്ട്. അതിലിപ്പോൾ തൻ്റെ വളർച്ചയിൽ തൻ്റെ പെങ്ങന്മാരുടെ സപ്പോർട്ടുണ്ട്. വളർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ സമ്പന്നൻ എന്നതിലപ്പുറത്തേക്ക് ബിഗ് സീറോയിൽ നിന്നാണ്, അതാണ് നൗഷാദ് പറഞ്ഞത്, 0 നിന്നാണ് മാഷേ ഞാൻ ഈ ഒരു അവസ്ഥയിലെങ്കിലും എത്തിയതെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ വലിയ സന്തോഷം തന്നെയാണ്. നിനക്ക് ഷവായ ഉള്ള ഭയങ്കര ഇഷ്ടമാണ്. ഷവായ പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. ഇത് കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു ഷവായ. അൽഫാമേ സ്പൈസിയാ, കുഴപ്പമില്ല, സ്പൈസി ആണെങ്കിൽ സംഭവം കൊള്ളാം. ഇതാണ് ഇതിൻ്റെ ഓണർ, നിഷാൻ ഹോട്ടലിൻ്റെ ഓണർ നൗഷാദ് ഭായ്. ചെറൂർ യത്തീംഖാനയിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പഠിച്ചെടുത്ത് അല്ലേ? അപ്പോൾ എത്ര വർഷമായി മേഖലയിൽ? ഇപ്പോൾ ഒരു ഏകദേശം എത്ര വർഷം? 25 വർഷമായി. ഇവിടെ ആദ്യം വർക്ക് ചെയ്തിരുന്നത്? ആദ്യം ഞാൻ എത്തിയാൻ്റെ ക്യാൻറ്റീൻ പണിയെടുത്തുകൊണ്ട് ഞാൻ അൽബേക്ക് പാലസിൽ മലപ്പുറത്ത് അവിടെ ഒരു 9 വർഷം പണിയെടുത്ത്. അവിടുന്ന് നേരെ ഡൽഹിയിൽ, മലപ്പുറം ഡൽഹിയിൽ 5 വർഷം പണിയെടുത്തു. പിന്നെ അവിടുന്ന് ഞാൻ ഇവിടെ 10 വർഷമായി. അവിടുന്ന് ഒരു ഗൾഫ് പോക്കിൻ്റെ ക്യാപ്പിൽ അവിടുന്ന് ഇറങ്ങി ഗൾഫിൽ പോയി അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ നേരെ ഇവിടെ സംരംഭം ഇവിടെ തുടങ്ങി. അങ്ങനെ ഇവിടെ ഓപ്പണിങ് തുടങ്ങുന്നുണ്ട്. പിന്നെ രണ്ടാമത് അവിടെ കയറാതെ ഡൽഹി കയറാതെ പിന്നെ ഇവിടെ സ്റ്റാർട്ടിങ് അല്ലേ. ഒക്കെ പെങ്ങന്മാരുടെ മക്കളുണ്ട്, 2 പെങ്ങന്മാരുടെ മക്കളാണ്. പിന്നെ അനിയൻ പൊറോട്ട. അവൻ്റെ കൂടെ തന്നെ പാലസിൽ എൻ്റെ ഇവിടെ നാട്ടിൽ നിന്ന് ഞാൻ വർക്കുണ്ട്, പുറത്ത് വർക്കുകൾ ഇങ്ങനെ കൊടുക്കലുണ്ട്. ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്ത് കാണുമ്പോൾ പണി പഠിച്ച് പിന്നെ ഞാൻ പിന്നെ ഡൽഹി പാലസിലേക്ക് അവനെ കയറ്റി അവനവിടെ പൊറോട്ടയൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇവിടെ സ്വന്തമായിട്ട് ഇവിടെ നാട്ടിൽ ഒരു 6 വർഷം പിന്നെ ദുബായി പോയി. ഞാൻ ഡൽഹിയിലുള്ള വെക്കേഷൻ ടൈമിൽ ദുബായി പോയി. പിന്നെ ഇവിടെ സ്വന്തമായിട്ട് ഇവിടെ തുടങ്ങി അവനിവിടെ പോക്കിലാക്കിയിട്ട്. ഏതായാലും സന്തോഷം. ഞാൻ ബീഫ് നല്ല രസം കേട്ടോ, നിങ്ങളെ ബീഫ് പൊറോട്ടയും ബീഫും നല്ല കോമ്പിനേഷനാണ്. അത് അതിലൊരു സംശയമില്ല. പണക്കാട് വരുമ്പോൾ വേണമെങ്കിൽ ആൾക്കാർക്ക് ടേസ്റ്റ് ചെയ്യുന്ന ഒന്ന് നോക്കി. ബിരിയാണി നമ്മൾ ഫേമസ് ആണ്. ബിരിയാണി ഫേമസാ. നമ്മൾ കുഞ്ഞാപ്പാടുക്കുള്ള ബിരിയാണി കമ്പാണ്, സാഹിബിൻ്റെ അടുക്കൽ ബിരിയാണി, ചാപ്സ്, പൊറോട്ട ഇതൊക്കെ അമ്പ് കൊടുക്കാറുണ്ട്. എല്ലാ ഓരോ വർക്കിനും അവിടെ വരും, പാർസലായിട്ട് ഇങ്ങനെ പോകും. നിങ്ങൾ തന്നെ നൗഷാദ് ഭായി ആണോ? അപ്പോൾ കാറ്ററിംഗിൻ്റെ പരിപാടി? സർവീസ് ഇല്ല, ഫുഡ് മാത്രം കൊടുക്കും. സർവീസ് അങ്ങനെയുണ്ട് അല്ലേ? പക്ഷെ നിങ്ങളെ പിന്നെ അൽഫാം കഴിച്ചിട്ടോ, നല്ല സ്പൈസിയാണ്. അതെന്താ സ്പെഷ്യാലിറ്റി? എന്തായാലും ഫുള്ള് പച്ചമരുന്ന് മസാലയാണ്. പച്ച മസാല അല്ലേ? അടിപൊളി.
ബസ്സാണ് പോയത്. എത്ര മണിക്കാണ് തുടങ്ങാം? 10 മണിക്ക് സ്റ്റാർട്ടിങ് പോകും. എത്ര നേരം ഉണ്ടാവും? രാത്രി 10 വരെ. അത്ര വരെ. എന്താ ജീവിതം എന്ന് പറഞ്ഞെടുത്ത? ഇപ്പോൾ റാഹത്തെ ജീവിതമാണ്. ആ ഞങ്ങൾ 2 മക്കൾ 4 ആള്, അനിയന് 3 ആള്, ഞങ്ങൾ 2 ആളും പടക്കാണ്. ആണല്ലേ? രണ്ടാളും കൂടെ സംരംഭം 2 കൂടിയാണ്. ഹാപ്പിയാണ്? ഹാപ്പിയാണ്. പൊതുവെ ആളുകള് തൊഴിലില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ടല്ലോ ഒരുപാട് ആളുകൾ. അവരോടൊക്കെ എന്താ പറയാ? ഓരോടൊക്കെ പറയാ ശ്രമിച്ചാൽ കിട്ടും. കിട്ടും. നല്ല ഫുഡും നല്ല ഭക്ഷണം നല്ല വൃത്തിയും കാര്യം ഉണ്ടെങ്കിൽ ഫുഡ് കിട്ടില്ല. പിന്നെ സൈഫോ, ഇന്ന് അപ്പൊ ഞങ്ങളെ കേട്ടാ മലപ്പുറത്ത് പാണക്കാട് സ്പെഷ്യൽ കഴിക്കൂലേ? ഓ അടിപൊളി അടിപൊളി. എന്താ പോയിക്കോ. എന്താണ് എന്താ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാത്ത? തിരക്കാം തിരക്കാണ്. ആയിക്കോട്ടെ, പോട്ടെ. ഓക്കെ.